അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. മക്കളെ, നമ്മൾ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള സമയങ്ങൾ നിങ്ങൾ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യുന്നത് അനുഗ്രഹത്തിലേക്കുള്ള സമയം കുറക്കുമെന്നാണ് അച്ഛൻ്റെ വർഷങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ മഹത്വം. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തെ സുവിശേഷ വിഹിതമായി വിനിയോഗിക്കണം. എന്നാൽ അനുഗ്രഹത്തിലേക്കുള്ള സമയം നമുക്ക് കുറക്കാൻ പറ്റും. അച്ഛൻ എന്താ ഉദ്ദേശം മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ഉടമ്പടിയുടെ ആത്മാവ് എന്താണ്? അവൻ പറയണത് പോലെ അതാണ് സംഭവം. ഇപ്പം ഞങ്ങൾ നിങ്ങൾക്ക് 5, ഇപ്പം യോഹന്നാൻ 2:5 അതിൻ്റെ മർമ്മം അല്ലേ? അവൻ പറയണത് പോലെ ചെയ്യുക. അപ്പം നമ്മൾ അമ്മ വഴി ഈശോയോട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താണ്? ഈശോ പറഞ്ഞ പോലെ ജീവിച്ചുകൊള്ളാം. അതിന് ഞങ്ങൾ നിങ്ങൾക്ക് മാതൃകയായിട്ട് കുറച്ച് വചനങ്ങൾ തന്നിട്ടുണ്ട്. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഇപ്പോൾ ഉടമ്പടി 1 കൊല്ലം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വചനം ചേഞ്ച് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം 3 മാസം ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നുള്ള വചനം നടപ്പിൽ വരുത്തി അവൻ പറയണത് പോലെ നിങ്ങൾ ചെയ്ത് അപ്പോഴത്തെ 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചുള്ള എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവിൻ്റെ വചനം ചെയ്താൽ മതിയല്ലോ. അത് ഒരു വചനം നമ്മളൊരു മാസം ചെയ്തിട്ട് നിങ്ങൾക്ക് വേണേൽ ചേഞ്ച് ചെയ്യാം. അടുത്ത 3 മാസത്തേക്ക് നിങ്ങൾ പറയും, കർത്താവ് എന്താ വേറെ ഒരു വചനം പറഞ്ഞ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന് പറഞ്ഞ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കുക, തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക. പതാവൻ പറഞ്ഞതല്ലേ? അപ്പോഴ് സ്വയം പരിത്യജിക്കുക. അപ്പം അത് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലാണ് 16:16. ഇപ്പോൾ നമ്മൾ അടുത്ത 3 മാസം ആത്മീയ അഭ്യാസമായിട്ട് സുവിശേഷ സാക്ഷ്യമായിട്ട് മത്തായി 16:16 ചെയ്യുന്നു. എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ കുരിശെടുക്കാൻ വേണ്ടി നമ്മൾ 3 മാസത്തേക്ക് തീരുമാനിക്കും. നമുക്ക് പല കുരിശുണ്ട്. എല്ലാ കുരിശുകളും ആരുടെ നാമത്തിൽ നമ്മൾ എടുക്കണത്? ഈശോയുടെ നാമത്തിലാണ് എടുക്കുന്നത്. അതാകുമ്പോൾ പിന്നെ കുറച്ച് എളുപ്പമാവും. എല്ലാ കുരിശിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കൃപയാണുള്ളത്. അത് യേശു നാമത്തിൽ എടുക്കുമ്പോഴാണത് കൃപ നമുക്ക് ലഭിക്കുന്നത്. എല്ലാ കുരിശിനും കൃപയുണ്ട്. പക്ഷേ ആ കൃപ നമുക്ക് ഡെലിവറി ചെയ്യിക്കാനുള്ള ടെക്നിക്കാണ്, പാസ്വേഡാണ് ഈശോയുടെ നാമം എന്ന് പറയണത്. എല്ലാ കുരിശിലും ദൈവം കൃപ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പാസ്വേഡ് എന്താണ്? ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ നാമമാണ്. അത് കർത്താവിൻ്റെ നാമത്തിൽ എടുക്കുമ്പോൾ, ഇപ്പം നിൻ്റെ മുതുകത്തൊരു കുരു വന്നെന്ന് വിചാരിച്ചോ, സിമ്പിൾ തിങ്. അപ്പോൾ എന്നാ സംഭവിക്കാൻ പോണത്? നിനക്ക് നല്ല ഷർട്ട് ഇട്ടുണ്ടോ അല്ല ബ്ലൗസ് ഇട്ടുണ്ടോ പുറത്ത് പോകാൻ തോന്നുവാ? കുരു പൊട്ടിക്കഴിഞ്ഞാൽ നിന്നെ നല്ല ഷർട്ട് പഴുപ്പ് വരും. അപ്പോൾ പിന്നെ നീ എന്ത് ചെയ്യും? പുറത്ത് പോകാൻ നേരത്തെ നിൻ്റെ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുണ്ട് പോരും നീ. എന്താ കാര്യം? ഈ പണ്ടാരം എങ്ങനെ പൊട്ടുകയാണെങ്കിൽ എൻ്റെ നല്ല ഉടുപ്പ് പോകത്തല്ലേ? അപ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് നല്ല ഉടുപ്പിടാനുള്ള ആഗ്രഹം പോയി. അത് പരിത്യാഗമായി. അവിടെ പറഞ്ഞ മനസ്സിലായില്ലേ? അത് പരിത്യാഗമായി. അതാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പം നമ്മൾ ആ നല്ല ഉടുപ്പ് എങ്ങനെ മുതുകത്തെ കുരു പൊട്ടുകയാണെങ്കിൽ
അതിൻ്റെ പഴുപ്പും ചിലവും നല്ല ഉടുപ്പ് വന്നാൽ ആ നല്ല ഉടുപ്പ് നഷ്ടപ്പെടത്തില്ലേ? അതുകൊണ്ട് ഞാൻ കല്യാണത്തിലാണെങ്കിലും മോശം ഉടുപ്പിട്ടാണ് പോണത്. ഇതെവിടെയാണ്? കർത്താവ് ഇത് അനുവദിക്കുന്നവരെ ഞാനിത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുകൊണ്ട് പോകുമ്പോൾ എന്നാ പറ്റേണ്ടത്? എൻ്റെ അഭിമാനം പോകും. മൊത്തം പോകത്തില്ല. എൻ്റെ ആ നിലവാരത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തോ ചെറിയൊരു കുറച്ചിൽ. കാര്യം എനിക്ക് നല്ല ഉടുപ്പുണ്ടല്ലോ, നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു ചെറിയ ഈട. അപ്പം എന്താ പറ്റണത്? അപ്പോഴും നമ്മൾ ഫിലിപ്പ് 2:7 വർക്കൗട്ട് ചെയ്യും. എന്താ? അതും കർത്താവാണ്. പകർത്തിയ ദൈവമായിരിക്കവേ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. ഫിലിപ്പ് 2:7 വർക്കൗട്ട് ചെയ്യും. അവിടെ എന്തുണ്ട്? പരിത്യാഗമുണ്ട് ഇല്ലേ? അപ്പോൾ ഞാൻ കർത്താവിനോട് പറയാം, കർത്താവേ എൻ്റെ മുതുകത്തുള്ള കുരു നീ എടുത്ത് മാറ്റുന്നത് വരെ ഞാൻ ഈ മോശം ഉടുപ്പിട്ടുകൊണ്ടാണ്, എനിക്ക് നല്ല ഉടുപ്പുണ്ട്, ഞാൻ മോശം ഉടുപ്പിട്ടുകൊണ്ട് പോണത്. അതുകൊണ്ട് എൻ്റെ സ്റ്റാൻഡേർഡിന് അല്പം കുറവിപ്പോൾ കൂട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫിലിപ്പ് 2:7 അനുസരിച്ച് കൊണ്ട് നീയാണ് നിൻ്റെ സ്റ്റാൻഡേർഡ് കളഞ്ഞ ആൾ. നീ പകർത്തിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമാനത നീ മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിച്ചില്ല. നീ ദാസനായി നിന്നെ തന്നെ താഴ്ത്തി. അപ്പോൾ നിൻ്റെ താഴ്മ, നീ എനിക്ക് വേണ്ടി നിന്നെ തന്നെ താഴ്ത്തിയത് മനസ്സിലാക്കിക്കൊണ്ട് നിൻ്റെ നാമത്തിൽ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് ഉടുപ്പിട്ടുണ്ട്, നിൻ്റെ നാമത്തിൽ ഞാൻ താഴുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരാവും? നമ്മൾ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാണ് ജീവിക്കുന്നത്. അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശു സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം യേശുവേ, മഹത്വം യേശുവേ, മഹത്വം യേശുവേ, യേശുവേ, മഹത്വം, 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 മഹത്വം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം കർത്താവേ, മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ മഹത്വം. എന്നെന്നും പ്രാർത്ഥിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ വിഷയങ്ങളും ഇതുപോലെയാണ്. എല്ലാ വിഷയങ്ങളും ഇപ്പം നമുക്ക് ഓരോരോ മാസം നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലിരിക്കുക. ഉടമ്പടിയിലിരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണത്? കർത്താവിനെ ഇങ്ങനെ സാക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴും ദൈവത്തിന് മനസ്സിലാകും നമ്മൾ സിൻസിയറാണെന്ന്, ഇല്ലേ? സിൻസിയറാണെന്ന്. അങ്ങനെ സിൻസിയറാണെന്ന് വന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നൊരു വചനമില്ലേ? ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോഴും നിന്റെ വിഷയം ഏത് രീതിയിലും ചെയ്യാൻ ദൈവത്തിന് സാധ്യമാണ്. ഇപ്പം നമ്മുടെ മുമ്പിൽ 1-2 കാര്യങ്ങളൊക്കെ ഉള്ളു, ഇന്ന വഴി എന്നൊക്കെ ഉള്ളു. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരിയേറെ വഴികളുണ്ട് ശരിക്കും. അപ്പം നിൻ്റെ കടമാണ്. അപ്പം നിൻ്റെ കടം നിൻ്റെ മുമ്പിലുള്ള വഴി എന്താ? സ്ഥലം വിൽക്കുകയാണ് നിൻ്റെ വഴി. അപ്പം സ്ഥലം വിൽക്കാൻ വേണ്ടിയാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ സ്ഥലം വിൽക്കാതെ തന്നെ നിൻ്റെ കടങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാധ്യതകളിലാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈശോ പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറയണ എവിടെ വെച്ചാ? പൂങ്കാവനത്തിൽ വെച്ചാ. പൂങ്കാവനത്തിൽ ചോര വിയർക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. നീ നിൻ്റെ മക്കളെ പ്രതിയായാലും വീടിനെ പ്രതിയായാലും കടത്തെ പ്രതിയായാലും നിൻ്റെ ആരോഗ്യത്തെ പ്രതിയായാലും ചോര വിയർക്കുമ്പോൾ ദൈവത്തോട് പറയാൻ പറ്റിയ വാക്കാണ് എന്താണ്? പിതാവേ അങ്ങക്കെല്ലാം സാധ്യമാണെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും അനുഗ്രഹത്തിൻ്റെയൊക്കെയുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ കാര്യം എന്താണ്? അനുഗ്രഹത്തിലേക്കുള്ള വഴികളിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? വചനം ചേഞ്ച് ചെയ്ത് അവൻ പറഞ്ഞ ഓരോ വചനങ്ങളും എടുത്ത്
അത് നടപ്പിലാക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുക. ലഭ്യമായ കുരിശിൻ്റെ സാഹചര്യങ്ങളെ മത്തായി 16:16 അനുസരിച്ചുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് പിന്നാലെ വരട്ടെ എന്നുള്ള വചനം അനുസ്മരിച്ചുകൊണ്ട് നമ്മളതിനെ പ്രാവർത്തികമാക്കുന്നതാണ് ഒന്നാമത്തെ വഴി. അനുഗ്രഹത്തിലേക്കുള്ള രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത്, എൻ്റെ മക്കളെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കർത്താവേ, ഏതറ്റം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. വിശ്വാസമല്ല അച്ഛൻ പറയണത്, ദൈവ സ്നേഹം. ഒന്ന് പറഞ്ഞ കർത്താവേ, കർത്താവേ, സഹനത്തിൻ്റെ ഏതറ്റം വരെ പോയാലും ദൈവസ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം കർത്താവേ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ അങ്ങനെ പറയണമെന്നറിയാവോ? എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം കെട്ടുപോണ ലൈറ്റ് ഏതാണെന്നറിയാവോ? ദൈവസ്നേഹത്തിൻ്റെതാ. വിശ്വാസം പിന്നെയും നിൽക്കും, പക്ഷെ ദൈവസ്നേഹം കെട്ടുപോകും. അതൊരു സീരിയസ് വിഷയമാണ്, ഡേഞ്ചറസ് സബ്ജക്റ്റ്, അപകടകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ഒരു വിളക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, നമ്മൾ കാറ്റത്ത് കൊണ്ടുപോകുമ്പോൾ കൈപിടിച്ചല്ലേ കൊണ്ടുപോകണത്. അതുപോലെ ദൈവസ്നേഹത്തിന് എപ്പോഴും ഒരു കൈപിടുത്തം നല്ലതാണ്. ഒരു തടക്കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം ദൈവസ്നേഹം. എന്നിട്ട് ഇടക്ക് നിങ്ങളത് പറയുകയും ചെയ്യണം. ഇതിന് ഏറ്റവും നല്ലത് പരിശുദ്ധാത്മാവിന് പ്രിയവധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർത്തിക്കാൻ തിരുക്കുമാണ്ട് അപേക്ഷിക്കും. ഈ സുഹൃത്ത് ജപം നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ രോഗം വന്നു, അല്ലെങ്കിൽ കടക്കാർ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും തോന്നിവാസം പറഞ്ഞ് പെട്ടെന്ന് കെട്ടുപോണത് ദൈവസ്നേഹം എന്നുള്ള വിളക്കാണ് കെട്ടുപോണത്. വിശ്വാസം നിൽക്കും, കുറച്ചുകൂടി പ്രത്യാശയൊക്കെ നിൽക്കും. സ്നേഹത്തിൻ്റെ വിളക്ക് പെട്ടെന്ന് കെട്ടുപോകും. ഇത് കെട്ടുപോകാതിരിക്കാനുള്ള മാർഗം എന്താണ്? അമ്മയുടെ ഒരു കൈ തടവെക്കണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കണത്? പരിശുദ്ധാത്മാവിനെ പ്രിയവധുവായിരിക്കണ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ഇതാകുമ്പോൾ ഒരു ഗുണം എന്താ അറിയാം? നിങ്ങൾക്ക് അറിയാവുന്ന പ്രയറാണിത്. ഇടക്കും തലക്കും ഒന്ന് ബോധപൂർവം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പ്രാർത്ഥിക്കണ്ടേ നമ്മൾ, അല്ലേ? അതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് എന്താ? ഓർമ്മയാണ്. വിശ്വാസം പ്രത്യാസ്നേഹമൊന്നുമല്ല. ആദ്യം വേണ്ടത് എന്താ? ഓർമ്മ. പരിശുദ്ധാത്മാവാണ് ഓർമ്മയുടെ ആള്, ഇല്ലേ? അപ്പോൾ പരിശുദ്ധാത്മാവിനോട് തന്നെ പറയണം, പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കാൻ എന്നെ
കാര്യം നമ്മൾ വെറുതെ വേണമെങ്കിൽ കുറേ നേരം ഇരുന്നോളും, പക്ഷെ അപ്പോഴും പ്രാർത്ഥിക്കത്തില്ല. അത് ഇതും ചിന്തിച്ച് സങ്കടപ്പെട്ടും അല്ലെ വെറുതെ സന്തോഷിച്ചൊക്കെ അങ്ങനെ വെറുതെ ഇരിക്കും, അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കണമെങ്കിൽ ഓർമ്മ വേണം, നമ്മളെ ഇങ്ങനെ കൊട്ടി ഓർപ്പിക്കണം, ഇല്ലേ? അത് വലിയ സീരിയസ് വിഷയമാണ്. നമ്മളെ പലരും ആധ്യാത്മികമായ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നത് ഓർമ്മിക്കാൻ ആരുമില്ലാത്ത കൊണ്ടാണ്. ആധ്യാത്മികമായിട്ട് നമ്മളെ നല്ല സ്വത്തുകാരാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്, പക്ഷെ നമ്മൾ സ്വത്തുകാരാകത്തില്ല, ദാരിദ്ര്യം പിടിച്ചിരിക്കും. എന്താ കാര്യം? തക്ക സമയത്ത് ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇല്ല. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ പരിശുദ്ധാത്മാവേ ദൈവമായ പരിശുദ്ധാത്മാവേ എന്നിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ അനുസ്മരിപ്പിക്കണമേ. ആദ്യമായി തന്നെ കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ട്രീസ സെബാസ്റ്റ്യൻ. ഞാൻ കോട്ടയം ജില്ലയിലെ അയർക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവകാംഗമാണ്. ഇവർ 4 പേരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഞാൻ ഒരു നേഴ്സാണ്. ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 അത് ഞാനൊരു ട്രോള് കാണുകയാണ് ഉണ്ടായത്. ആ ട്രോള് കണ്ടപ്പോൾ എന്താണ് കൃപാസനം മാതാവ് എന്നറിയാനായി എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. ഞാൻ യൂട്യൂബിൽ തന്നെ, അന്ന് ഞാൻ സൗദിയിലായിരുന്നു, ഞാൻ യൂട്യൂബിൽ തന്നെ കൃപാസനത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും ആ സമയം അന്നൊരു ചൊവ്വാഴ്ച ആയതിനാൽ ലൈവായി ഉടമ്പടി ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. അന്ന് എനിക്ക് ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ ആരാധനയുടെ സമയത്ത് വലിയ ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു വലിയ റിങ്, അതിനുള്ളിൽ നിറയെ ചെറിയ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള ഗോൾഡൻ പ്രാവുകൾ എൻ്റെ അടുക്കിലേക്ക് പറന്നു വരുന്നതായി ഞാൻ കണ്ണടച്ച് ആരാധനയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ വെറും തോന്നലാണ് എന്ന്. എന്നാൽ ഓരോ പ്രാവശ്യം ഞാൻ കണ്ണ് തുറന്നു, വീണ്ടും ഞാൻ കണ്ണടച്ചു. അപ്പോഴും ആ ഗോളത്തിനുള്ളിൽ നിറയെ ചെറിയ ഗോൾഡൻ നിറത്തിലുള്ള പ്രാവുകൾ എൻ്റെ അടുക്കലേക്ക് പറന്നു വരുന്നതായി എനിക്ക് കാണാമായിരുന്നു. ആരാധന കഴിയുന്നത് വരെയും ഞാൻ അത് കണ്ടുകൊണ്ടേയിരുന്നു. അതെനിക്ക് വലിയ ഒരു അനുഭവമായി തീർന്നു. അങ്ങനെ കൃപാസനം മാതാവ് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു. അന്ന് തന്നെ ഞാൻ യൂട്യൂബിൽ എന്താണ് കൃപാസനം, എന്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എല്ലാം യൂട്യൂബിൽ തന്നെ കണ്ട് മനസ്സിലാക്കി. അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഒരു തിരി വാങ്ങി അടുത്ത ദിവസം രാവിലെ 5:30 മണിക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ആദ്യമായി ഞാൻ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ആ പ്രാർത്ഥനയുടെ ഓരോ അക്ഷരങ്ങളും ഞാൻ വായിക്കുമ്പോൾ ആ അക്ഷരങ്ങളുടെ എല്ലാം താഴെ എനിക്ക് നീല നിറത്തിലുള്ള തിരിനാളം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതും ഞാൻ വിചാരിച്ചു എൻ്റെ തോന്നലാണോ എന്ന് ആദ്യം. എന്നാൽ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിയുന്നത് വരെയും ആ തിരിനാളം എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ ഓരോ അക്ഷരങ്ങളും കണ്ണ് നീക്കി വായിക്കുമ്പോൾ എൻ്റെ കണ്ണിനൊപ്പം ആ തിരിനാളവും നീങ്ങി വന്നുകൊണ്ടിരുന്നു. ഇതുവഴി ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അതിനുശേഷം 2021 മെയ് മാസമാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ 2022 നവംബറിൽ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിക്ക് ശേഷം മെയ് മാസം 2023 എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആ നീലത്തിരിയിൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പും ആ ഹാർട്ടിനുള്ളിൽ ഒരു മാതാവ് ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമായി എനിക്ക് കാണാൻ സാധിച്ചു. അത് ഞാൻ ഫോണിൽ പകർത്തി. അതിനുശേഷം ഈ സമയങ്ങളിലെല്ലാം ഞാൻ OET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ OET എക്സാം എഴുതുകയും ചെയ്തിരുന്നു. എനിക്ക് എല്ലാ മൊഡ്യൂളിനും B സ്കോർ കിട്ടിയെങ്കിലും ലിസണിങ് എന്ന മൊഡ്യൂൾ എനിക്ക് വളരെ ടഫായിരുന്നു. ഈ ലിസണിങ് മൊഡ്യൂളിന് എനിക്ക് എപ്പോഴും 340 എന്ന സ്കോറാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് 1 മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് B സ്കോറിന് കുറവുള്ളത്. അപ്പോൾ ഞാൻ മാതാവിനോട് തീവ്രമായി പ്രാർത്ഥിച്ചു, അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ എക്സാമിൽ എനിക്ക് ലിസണിങ്ങിന് B സ്കോർ കിട്ടണമെന്ന്. അതിനുശേഷം ആ മെയ് മാസത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം
ഞാൻ ഈ തിരിയിൽ ഈ ഹാർട്ടും മാതാവും ഈശോയോട് സംസാരിക്കുന്നതും കണ്ടതിന് ശേഷം ഞാൻ എഴുതിയ എക്സാം OET ലിസണിങ്ങിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം അതിരാവിലെ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ സൗദിയിലെ വീട്ടിൽ വരുന്നതായും ഞങ്ങളുടെ റൂമിൽ ജോസഫ് അച്ഛൻ ഞങ്ങളോടൊപ്പം മുട്ടിൽ നിന്ന് ജപമാല ചെല്ലുന്നതുമായാണ് ഞാൻ കണ്ടത്. അതിനുശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു, ഒത്തിരി തടസ്സങ്ങളുണ്ടല്ലോ മോളെ എന്ന സ്വപ്നത്തിൽ പറയുകയും ചിരിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായും ഞാൻ കണ്ടു. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞപ്പോൾ മാതാവാണ് എന്നോട് സംസാരിച്ചതെന്നും മാതാവ് എനിക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അന്ന് തന്നെ എൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് അതും ചൊവ്വാഴ്ച ദിവസമായിരുന്നു. രാവിലെ 8 മണിയോടുകൂടി എൻ്റെ റിസൾട്ട് വന്നുവെങ്കിലും ഞാൻ ആ ഇമെയിൽ തുറന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം ഞാൻ എൻ്റെ റിസൾട്ട് തുറന്ന് കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു. അന്നത്തെ ആരാധനയിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ മാതാവ് ഈശോയോട് എന്തോ കാര്യം നിങ്ങൾക്ക് വേണ്ടി കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവിനാൽ അല്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾക്കായി മാതാവ് ഇപ്പോൾ വാങ്ങി തന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാനത് ഉറച്ച് വിശ്വസിച്ചു. എൻ്റെ ലിസണിങ്ങിന് എനിക്ക് യോഗ്യതയില്ലെങ്കിലും മാതാവ് എനിക്ക് വേണ്ടി ഈശോയോട് B സ്കോർ വാങ്ങി തന്നു കഴിഞ്ഞുവെന്ന്. ഞാൻ അതിനുശേഷം എൻ്റെ റിസൾട്ട് തുറന്നു. അപ്പോൾ എനിക്ക് ലിസണിങ് മൊഡ്യൂളിന് B സ്കോർ കിട്ടിയിരുന്നു. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. മാതാവ് നേരിട്ട് ഇടപെട്ടതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ന്യൂസിലാൻഡിലെ രജിസ്ട്രേഷന് വേണ്ടി ഉള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2023 ലാസ്റ്റ് സൗദിയിൽ നിന്ന് നാട്ടിലെത്തുകയും ജാനുവരി 2024 ന്യൂസിലൻഡിൽ പോകാൻ പ്രതീക്ഷിച്ച് ഇരിക്കുകയുമായിരുന്നു. എന്നാൽ വളരെ നിസ്സാരമായ എൻ്റെ പേരിലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മൂലം എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഭയങ്കരമായി ഡിലേ ആയി. 7 മാസത്തിന് ശേഷം ജാനുവരിയിൽ പോകേണ്ടിയിരുന്ന ഞാൻ ജൂൺ അവസാനമാണ് ന്യൂസിലാൻഡിൽ എത്തിച്ചേർന്നത്. എന്നാൽ ആ ഡിലേ എല്ലാം മാതാവിൻ്റെ വലിയൊരു പദ്ധതിയാണ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഞാൻ ജൂണിൽ ന്യൂസിലാൻഡിൽ ചെന്നു. വർഷത്തിൽ ഒരിക്കൽ ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലാൻഡിൽ ആൾക്കാർ വന്ന് ഒരു ജോബ് ഫെയർ നടത്താറുണ്ട്. ആ ജോബ് ഫെയർ 2024 ഓഗസ്റ്റ് 24 ന്യൂസിലൻഡിൽ നടത്തിയത്. മാതാവ് എന്നെ അതിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഡിലേ ആക്കിയത് എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ആ ജോബ് ഫെയറിൽ ഞാൻ ന്യൂസിലൻഡിൽ അറ്റൻഡ് ചെയ്യുകയും അതിൽ ഏകദേശം 5000-ഓളം കാൻഡിഡേറ്റ്സ് പല രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്ത ഒരു ജോബ് ഫെയർ ആയിരുന്നു. എന്നാൽ അതിൽ ഒരാളായി എന്നെ അവർ സെലക്ട് ചെയ്തു. ഇന്ന് ഞങ്ങളെല്ലാവരും ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസയും എനിക്കുള്ള ടിക്കറ്റ് ഈ ട്യൂസ്ഡേ എടുത്തിട്ടുമാണ് ഞങ്ങൾ ഇന്ന് അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യം പറയാൻ എത്തിയത്. ഇതിലുപരി ഈ ജോബ് ഫെയർ വഴി മാതാവാണ് എനിക്ക് ജോബ് വാങ്ങിത്തന്നത് എന്നതിന് അടയാളമായി ഞാൻ സൗദിയിലായിരിക്കെ 2023 തന്നെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഞാൻ എന്തോ വിജനമായ ഒരു സ്ഥലത്തുകൂടി നടന്നു പോകുന്നു. ആ സ്ഥലത്തിന് അവസാനമായി ഒരു റൂമുണ്ടായിരുന്നു. ആ റൂമിൽ ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ അതിനകത്ത് മാതാവ്, ഈ കൃപാസന മാതാവ് അതേ രൂപത്തിൽ ഒരു ചെയറിൽ ഇരിക്കുന്നതായി ഞാൻ കണ്ടു. മാതാവ് നീല സാരിയാണ് അന്ന് ധരിച്ചിരുന്നത്. ആ മാതാവ് എന്നോട് പറഞ്ഞു, വരൂ ഞാൻ നിന്നെ സഹായിക്കാം എന്നെന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ അടുക്കിലേക്ക് ആ മേശയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. ആ മേശയിലൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടറിന് ചുറ്റും നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കാണുന്നത് പോലെ കെട്ടുകണക്കിന് പേപ്പറുകൾ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ റൂമിലും പല ബെഞ്ചുകളിട്ട് ആ ബെഞ്ചുകളിലെല്ലാം പേപ്പറുകൾ കെട്ടുകെട്ടായി അടുക്കി വെച്ചിരുന്നു. ഇത്രയുമായിരുന്നു എൻ്റെ സ്വപ്നം. പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ജോബ് ഫെയറിന് ഞാൻ പോയ ആ റൂമാണ് ഞാൻ 1 വർഷം മുന്നേ സ്വപ്നത്തിൽ എനിക്ക് മാതാവ് കാണിച്ചു തന്നത്. മാതാവ് ഏത് ടേബിളിൽ, ഏത് ചെയറിൽ അന്ന് ഞാൻ കണ്ടോ ആ ചെയറിൽ ഇരുന്ന അതേ ഹോസ്പിറ്റലിലെ കാൻഡിഡേറ്റ്സാണ് എന്നെ ഇന്ന് ജോബ് തന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് മാതാവ് എന്നെ നേരത്തെ സ്വപ്നത്തിലൂടെ കാണിച്ചതാണ് എന്ന് അന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നില്ല. കാരണം 5000-ഓളം ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു റൂം ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന റൂമാണ് എന്ന് എനിക്കന്ന് മനസ്സിലായിരുന്നില്ല. അതിനുശേഷം
ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ന്യൂസിലൻഡിൽ, കാരണം ഞങ്ങളുടെ ക്ലിനിക്കൽ പ്ലേസ്മെൻ്റൊക്കെ കഴിഞ്ഞ് സമയമുണ്ടായിരുന്നു. നന്നായി ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ജപമാല ചെല്ലുകയും ചെയ്യുമായിരുന്നു. കൃത്യമായി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കും, അല്ലെങ്കിൽ 2:30 മണിക്ക് എഴുന്നേക്കും. 5:30 വരെ പ്രാർത്ഥിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. വൈകിട്ടും അതുപോലെ 2:30 മണി മുതൽ പ്രാർത്ഥിക്കും, 3 മണി വരെ പ്രാർത്ഥിക്കും, 3:30 വരെ പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ തിരി കത്തിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും എനിക്ക് ഈ തിരിയിൽ വ്യത്യസ്തങ്ങളായ ഭംഗിയുള്ള പൂക്കൾ കാണാൻ സാധിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിൻ്റെ ജോലിയെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു എന്ന്. ഞാൻ മാതാവിനോട് ചോദിച്ചു, എവിടാണ് എൻ്റെ ജോലി? അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല ഈ ജോലി ആയിക്കഴിഞ്ഞു എന്ന്. അതിനുശേഷം എൻ്റെ ബയോഡേറ്റയിൽ വെച്ചിരുന്ന റെഫറീസിന് എൻ്റെ റെഫറൻസ് കൊടുക്കാനായി അവരൊരു മെയിൽ അയച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ജോബ് ഫെയറിൽ നിന്നും എനിക്ക് സെലക്ഷൻ ആയിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ ഈ റെഫറൻസ് അവർ 2 പ്രാവശ്യം അയച്ച് ഡെഡ് ലൈൻ കൊടുത്തുവെങ്കിലും എൻ്റെ റെഫറീസ് അയച്ചത് ഈ ഹോസ്പിറ്റലുകാർ റിസീവ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാനൊരു അപ്ഡേറ്റ് ഈ ഹോസ്പിറ്റലുകാർക്ക് മെയിൽ അയച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത്, നിൻ്റെ CV-യും ഞങ്ങൾ ഇപ്പോഴും ഇൻട്രസ്റ്റഡ് ആണ്, നീ കഴിയുമെങ്കിൽ നിൻ്റെ റെഫറീസിനെ വിളിച്ച് ഒന്നുകൂടി അവരോട് റെഫറൻസ് അയക്കാൻ പറയാമോ എന്നാണ്. ഇതൊരിക്കലും സാധ്യമല്ല. അവരൊരു ഡെഡ് ലൈൻ തന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മുടെ റെഫറൻസ് കൊടുത്തിരിക്കണം. എൻ്റെ കാര്യത്തിൽ 2 പ്രാവശ്യം അയച്ചത് കിട്ടാഞ്ഞപ്പോഴും അവർ എന്നോട് പറഞ്ഞത്, നീ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് Gmail വഴി ഇത് അയക്കാൻ പറയൂ എന്നാണ്. ഞാൻ അങ്ങനെ പറയുകയും 3ാമത് എൻ്റെ റെഫറീസ് എന്നെക്കുറിച്ചുള്ള റെഫറൻസ് ആ ഹോസ്പിറ്റലുകാർക്ക് മെയിൽ അയക്കുകയും ചെയ്തു. അപ്പോഴാണ് അവരത് റിസീവായി എന്ന് എന്നെ അറിയിച്ചത്. ഇതിന് ശേഷവും ഞാൻ 2024 ഓഗസ്റ്റിലാണ് ഈ ജോബ് ഫെയർ അറ്റൻഡ് ചെയ്തത്. 2025 ഫെബ്രുവരി ആയപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ 2024 ഇൻടേക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു, 2025 ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ എടുക്കത്തില്ല എന്ന് അവർ ഇൻഡയറക്റ്റായി പറയുകയാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ അവർ അടുത്ത ആഴ്ച വീണ്ടും എനിക്ക് വിശദമായി മെയിൽ അയച്ചു, നീ ഒന്നുകൂടി 2025 അപ്ലൈ ചെയ്തിട്, നിന്നെ ഞങ്ങൾക്ക് വേണം, നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, അതുകൊണ്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് മാത്രം ഇട്, ഞങ്ങൾ നിന്നെ ഒരു പെർഫെക്റ്റ് കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ നിന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാൻഡിഡേറ്റ് ആക്കി നിർത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് എന്ന്. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടു. അതിനുശേഷം കഴിഞ്ഞ മാസം എനിക്ക് ജോബ് ഓഫറും ഈ മാസം എനിക്ക് വിസയും വന്നു. ഇപ്പോൾ ഞാൻ ഈ ട്യൂസ്ഡേയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസം മാതാവ് ഈശോയോട് സംസാരിക്കുന്നതായി കാണിച്ചതുപോലെ തന്നെ എൻ്റെ ടിക്കറ്റ് ഞാൻ എടുത്തതും ഒരു ട്യൂസ്ഡേ ആണ്. അത് എൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. അതുകൊണ്ട് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇതുപോലെ തന്നെ ഞാൻ ഇന്ത്യയിൽ വന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ശ്രമിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ അത് പാസ്സായി. കാരണം എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ ഉപ്പ് ഞാൻ ട്രാക്കിൽ വണ്ടി എടുക്കുന്നതിന് മുമ്പേ പ്രത്യേകം പ്രാർത്ഥിച്ചാണ് ഞാൻ ആ വണ്ടി അന്നെടുത്തത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൽ പാസ്സായി. കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് ഒരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്ക് രോഗികളെ പരിചരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ ശ്രദ്ധിച്ച് പരിചരിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ പൊതിച്ചോറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചു. പ്രേക്ഷിത വേലയായി അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ വിശേഷവിധിയാൽ എന്താണ് നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ ചെയ്യുന്നത് എന്നുള്ളത് എന്നെ എപ്പോഴും മനസ്സിൽ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഓരോ പത്രത്തിലും ഒരു വചനമെങ്കിലും എഴുതിയാണ് ബസ് സ്റ്റാൻഡുകളിൽ പോയി നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിലുപരി ദൈവത്തിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ ഇടപെടലും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായി തീർന്നു ഈ ഉടമ്പടി വഴി.